കോൺഗ്രസ് നിയന്ത്രണത്തിലുള്ള കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിൽ കോടികളുടെ ക്രമക്കേട്. കണ്ണൂർ ജില്ലാ ബിൽഡിംഗ് മെറ്റീരിയൽസ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിൽ സാമ്പത്തിക തിരിമറി. കണ്ണൂർ ചക്കരക്കല്ലിലെ കോൺഗ്രസ് നിയന്ത്രണത്തിലുള്ള സൊസൈറ്റിയിലാണ് കോടികളുടെ ക്രമക്കേട് സഹകരണ വകുപ്പ് കണ്ടെത്തിയത്. 4 കോടിയോളം രൂപയാണ് തിരിമറി നടത്തിയിരിക്കുന്നത്. നിക്ഷേപകർ പണം ആവശ്യപ്പെട്ടു വരുമ്പോൾ ജീവനക്കാർ കൈമലർത്തുന്ന അവസ്ഥയാണ് ഇവിടെ. അധികൃതരുടെ ഭാഗത്തു നിന്നും കൃത്യമായ മറുപടി കിട്ടാത്തതോടെ പ്രതിഷേധമുണ്ടായി. നിരവധി പേരാണ് ദിവസവും സഹകരണ സംഘത്തിലെത്തുന്നത്. വർഷങ്ങളായി കോൺഗ്രസ് ഭരിക്കുന്ന ജില്ലാ ബിൽഡിംഗ് മെറ്റീരിയൽസ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിൽ സഹകരണ വകുപ്പിന്റെ സ്പെഷ്യൽ ഓഡിറ്റിംഗിലാണ് കോടികളുടെ ക്രമക്കേട് കണ്ടെത്തിയത്. 4 കോടിയോളം എന്നാണ് ഏകദേശ കണക്ക്. നിലവിൽ ഓഡിറ്റിംഗ് തുടരുകയാണ്. ഇടപാടുകളുടെ കണക്ക് വിവരങ്ങൾ ഇതുവരെ കമ്പ്യൂട്ടർവത്കരണം നടത്തിയിട്ടുമില്ല. വിവരമറിഞ്ഞ് തുക പിൻവലിക്കാൻ നിക്ഷേപകർ കൂട്ടത്തോടെ എത്തുകയാണ്. ഇന്ന് ചെന്നവരോട് ഡിസംബർ 31 തുക നൽകാമെന്ന് പറഞ്ഞാണ് മടക്കിയത്. ഉറപ്പിനായി സെക്രട്ടറിയുടെ ഒപ്പും സീലും ചേർത്ത് എഴുതി തയ്യാറാക്കിയ കത്തും നൽകിയിട്ടുണ്ട്. ബാധ്യതകളിലേറെയും 2018 മുമ്പുള്ളതാണ്. വായ്പാ ചിട്ടി അടവുകൾ മുടങ്ങിയതും സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണമായിട്ടുണ്ട്. നിക്ഷേപകർക്ക് ഉടൻ തുക തിരിച്ചു നൽകാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നാണ് സൊസൈറ്റി പ്രസിഡന്റ് മുഹമ്മദ് ഫൈസൽ നൽകുന്ന വിശദീകരണം. സഹകരണ വകുപ്പ് ഉദ്യോഗസ്ഥർ കണക്കുകൾ വിശദമായി പരിശോധിച്ചു വരികയാണ്. ഓഡിറ്റ് റിപ്പോർട്ടും പുറത്തു വരാനുണ്ട്. സഹകരണ സംഘത്തിലെ സാമ്പത്തിക തിരിമറിയിൽ ഭരണസമിതി അംഗങ്ങൾക്കും പങ്കുണ്ടെന്നാണ് നിക്ഷേപകരുടെ ആരോപണം. ക്രമക്കേട് അന്വേഷിക്കാനായി DCC 2 അംഗ സമിതിയെ നിയോഗിച്ചിട്ടുണ്ട്. മുൻ KPCC സെക്രട്ടറി ചന്ദ്രൻ തില്ലങ്കേരി, സഹകരണവേദി സംസ്ഥാന സെക്രട്ടറി മുണ്ടേരി ഗംഗാധരൻ എന്നിവരെയാണ് ചുമതലപ്പെടുത്തിയിരിക്കുന്നത്.